നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മുടെ ഇന്നത്തെ വിഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടൻ വാളക്കറി, വാളയുടെ തലക്കറി കേട്ടോ. ഷാപ്പ് മോഡൽ തലക്കറി, കോട്ടയംകാരുടെ സ്പെഷ്യൽ നമ്മുടെ മണിമല ഷാപ്പിലെ തലക്കറി ഉണ്ടോ. നല്ല ഒരു 5-6 കിലോ ഉണ്ടായിരുന്ന വാളയുടെ തല വെട്ടി നല്ല ക്ലീനാക്കി എടുത്തിട്ട് മുറിച്ച് തല മാത്രം എടുത്തിരിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ വാളത്തലക്കറി, നാടൻ ആറ്റുവാള തലക്കറി. അത് നല്ല കുടംപുളി ഇട്ട് നാടൻ രീതിയിലുള്ള കറിയാണ്. അപ്പം ഇത് നമ്മൾ കരിമ്പങ്കാലയിൽ നിന്ന് മേടിച്ച് വെട്ടി ക്ലീൻ ചെയ്തെടുത്താണ്. അപ്പം നാടൻ വാള എങ്ങനെ ക്ലീൻ ചെയ്യുന്നത് നിങ്ങൾ പോയി കണ്ടിട്ട് വാ. അതിനും നമ്മൾ നേരെ കറിയുടെ റെഡിയാക്കാം. നമ്മൾ ആറ്റുവാള ക്ലീൻ ചെയ്യാൻ വേണ്ടി ആദ്യം നമ്മൾ നല്ല ചൂട് വെള്ളത്തിലേക്ക് ശകലം വിനെഗർ ഒഴിക്കണം കേട്ടോ. വിനെഗർ ഒഴിക്കുക. ഇതുണ്ട് നമ്മുടെ പുളിയില്ലേ, വാളംപുളി അങ്ങോട്ട് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഏറ്റവും നല്ലൊരു മാർഗ്ഗം, എളുപ്പ മാർഗ്ഗമാണ്. ആറ്റുവാള നല്ല ക്ലീൻ ആവും. ഇപ്പം ഞാൻ ഓൾറെഡി ഇങ്ങനെ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുക വാളയെ. അപ്പോൾ ഒന്നുകൂടെ നമുക്കൊന്ന് ഫിനിഷിങ് ചെയ്യാനുണ്ട്. നമുക്ക് എല്ലാവർക്കും ആറ്റുവാളയുടെ കളർ അറിയാതിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ വാളയുടെ കളർ കണ്ടില്ലേ, ഇതുപോലെ വെള്ളി പോലെ ആവുന്നത് അല്ലേ. ഇത് സ്ക്രബ്ബർ, നമ്മുടെ സ്ക്രബ്ബറില്ലേ, പുതിയ സ്ക്രബ്ബർ എടുത്തിട്ട് ഈ ഇതുണ്ടോ നല്ല പോലെ ഇങ്ങനെ ഈ വെള്ളത്തിൽ മുക്കുക, എന്നിട്ട് സ്ക്രബ്ബർ ഇട്ടിട്ട് നന്നായിട്ട് ഉരയ്ക്കുക. നല്ല ഇതിൻ്റെ ആ ഇഴുകലെല്ലാം ഉളുമ്പ് മുഴുവൻ ഇതേ പോവും. നല്ല വെള്ളി പോലെ വെളുത്ത് വരും കേട്ടോ. ഒരു ബുദ്ധിമുട്ടില്ല. നമ്മളിതിൻ്റെ തൊലിയൊക്കെ പൊളിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം പോലും, തൊലിയല്ല അതിൻ്റെ ഗുണം ഇരിക്കുന്നത്. നമ്മൾ ഇതിലുള്ള ഇഴുകൽ, ചെതുമ്പലില്ല ഇതിന്, ഇതിൻ്റെ ആ ഒരു ഇഴുകലുണ്ട്. ആ ഇഴുകൽ ഈ പുളിയും ഇച്ചിരി വിനെഗറും ഉപ്പും കൂടി ഇട്ട് ഇവിടെ തൂത്ത് കഴിഞ്ഞാൽ സൂപ്പറായിട്ട് വെളുത്തു കൊടുക്കും കേട്ടോ. ഇത് ഓൾറെഡി നമ്മളൊന്ന് രാവിലെ ഒരു പണി കഴിഞ്ഞതാണ്. അപ്പം അത് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് നിങ്ങളെ ഒരു വീഡിയോ എടുത്ത് നിങ്ങൾക്ക് കൂടെ ഒരു ഉപകാരം ആവില്ല എന്ന് ഓർത്ത് ചെയ്യുന്നത് കേട്ടോ. ആറ്റുവാള കിട്ടുമ്പോൾ പണി നിസ്സാരമാണ്. അത് കണ്ടില്ലേ, ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. സെയിം രീതി തന്നെ കറക്കുക. ക്ലീൻ ചെയ്ത് നല്ല സ്ക്രബ്ബർ ഇട്ട് അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവനെ ഒന്ന് വെട്ടി ഇവനെ തലക്കറി വെക്കണം. നല്ല ആറ്റുവാള തലക്കറി, മണിമല സ്റ്റൈലിൽ. മണിമല ഷാപ്പിലായിരുന്നു പണ്ട് ആറ്റുവാള തലക്കറി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ആറ്റുവാള തലക്കറിയാണ് സ്പെഷ്യൽ. ഇവനെ ഒന്ന് വെട്ടി പീസാക്കാം. ആദ്യം നമുക്ക് ഇതിൻ്റെ തലയങ്ങ് മുറിച്ച് മാറ്റാം കേട്ടോ. ഈ തലക്കറിയാണ് സ്പെഷ്യൽ. തലയങ്ങ് മുറിച്ച് മാറ്റാം. മൂത്ത് കിടച്ച വാളയാണ് കേട്ടോ. പനഞ്ഞീനുണ്ട് കേട്ടോ. അത് ലോട്ടറി ആട്ടോ. ചിലപ്പം നെയ്യാണ് കിട്ടാറ്, പക്ഷേ ഇന്ന് ലോട്ടറി അടിച്ചു നമുക്ക് കേട്ടോ. ഇതിൻ്റെ പനഞ്ഞീൻ കിട്ടുക എന്ന് പറഞ്ഞാൽ ഉണ്ടോ, രണ്ടായിട്ട് കട്ടായിപ്പോയി. ഓ, ഹെവി പനഞ്ഞീൻ. എൻ്റെ ദൈവമേ, ഇതുകൊണ്ട് നമുക്ക് ഡിഷ് ഉണ്ടാക്കണം കേട്ടോ. ഹെവി പനഞ്ഞീൻ. ലോട്ടറി അടിച്ചു. പക്ഷേ അത് വയറ് കണ്ടപ്പോൾ നമ്മൾ ഓർത്ത് കൊഴുപ്പായിരിക്കുമെന്ന് ഓർത്തു. പക്ഷേ ഇത് വല്ലാത്തൊരു ലോട്ടറി ആയിപ്പോയി. അപ്പോൾ നമ്മൾ കറിച്ചട്ടി വെച്ചിട്ടുണ്ട്. കറിച്ചട്ടി വെച്ച് അങ്ങോട്ട് തീ കൊടുത്തു. ഒരു പുതിയ കറിച്ചട്ടിയാണ് കേട്ടോ. ഗ്യാസിലൊക്കെ വെക്കാവുന്ന തരത്തിലുള്ള കറുത്ത കറിച്ചട്ടി, നല്ല മെരുക്കി എടുത്ത കറിച്ചട്ടിയാണ്. ചട്ടി മേടിച്ചിട്ട് നമ്മൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കഞ്ഞിവെള്ളം ഒഴിച്ച് ഒരു ദിവസം ഫുള്ള് വെച്ചേക്കുക, കഞ്ഞിവെള്ളം. അപ്പം ചട്ടി മെരിയും കിട്ടും. പിന്നെ ശാലിച്ച് എണ്ണ തൂത്ത് വെയിലത്ത് വെച്ച് ഉണക്കി ഇങ്ങോട്ട് എടുത്താൽ മതി കേട്ടോ. നല്ല വലിയൊരു കറിച്ചട്ടി, ഒരു 4 കിലോ മീനൊക്കെ സുഖമായിട്ട് വേവിക്കാൻ നമ്മൾ പാക്കിൽ വാണിപ്പത്തിന് മേടിച്ച കറിച്ചട്ടി അത് എടുക്കുന്ന കേട്ടോ. അപ്പോൾ ചട്ടി ചൂടായിട്ടുണ്ടേ. അതിലേക്ക് നമുക്ക് നല്ല ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിക്കാം. ആട്ടിയ വെളിച്ചെണ്ണ കേട്ടോ. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ടേ. ആദ്യം ഇട്ട് കൊടുക്കേണ്ട ഉലുവ കേട്ടോ. ഉലുവ കുറച്ച് ഉലുവ ഇടുക. ഉലുവ പൊട്ടും കേട്ടോ. കടുക് പൊട്ടുന്ന പോലെ തന്നെ ഉലുവയും ചെറുതായിട്ട് പൊട്ടും. കുറച്ച് കടുക് കേട്ടോ. കടുക് പൊട്ടിക്കാനുണ്ട്. കടുക് പൊട്ടിക്കാൻ നാടൻ കറിവേപ്പില. നമ്മൾ മാക്സിമം കടകളിൽ നിന്ന് കിട്ടുന്ന കറിവേപ്പില മാക്സിമം ഉപയോഗിക്കാതിരിക്കും കേട്ടോ. കറിവേപ്പില നമ്മൾ ലാസ്റ്റും ചേർക്കുന്നുണ്ട്. കറിയുടെ ആദ്യം ചേർക്കുമ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടും. അത് കഴിഞ്ഞ് നമ്മളിടുന്നത്
കൊച്ചുള്ളിയാണ്. കൊച്ചുള്ളി പച്ചമുളകും കൂടെ ഇങ്ങോട്ട് ഇട്ട് ഇതിനെ ഒന്ന് വഴറ്റണം. നല്ല ചിരട്ടത്തവിയാട്ടോ, നാടൻ ചട്ടിയാകുമ്പോൾ ചിരട്ടത്തവി ഉപയോഗിക്കാം. ചില ആൾക്കാർ ഇങ്ങനെ എണ്ണ ചൂടായി കഴിയുമ്പോൾ ആദ്യമേ ഈ വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ഇടാറുണ്ട്. പക്ഷേ അങ്ങനെ ചെയ്യരുത്. കാരണം വെളുത്തുള്ളി ഇഞ്ചി ആദ്യം ഇട്ട് കഴിഞ്ഞാൽ ഇത് ചട്ടിയുടെ ചൂട്ടിലൊക്കെ പിടിച്ച് പിന്നെ അത് കറി വെക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടായിട്ട് വരുവേ. വെളുത്തുള്ളി ഇഞ്ചിയുടെ ഒരു ഫ്ലേവർ പറഞ്ഞാൽ തന്നെ അത് ഒരുപാട് മൂപ്പിച്ച് കളയേണ്ട കാര്യമില്ല. ഉള്ളി നന്നായിട്ട് വഴങ്ങണം. കാരണം കറി ഇച്ചിരി ഇരുന്നാലും കേടാകാതിരുന്നുള്ളൂ. ഇന്ന് വെച്ചിട്ട് നാളെ എടുക്കുന്നതാണ് ഇതിന് ഏറ്റവും ടേസ്റ്റ് കേട്ടോ മീൻകറി. അത് കഴിഞ്ഞിട്ട് നല്ല ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്. അത് നോക്കിയിടുക. അരക്കണ്ട, ചതച്ചെടുക്കാൻ. അതും കൂടെ ഒന്ന് മൂത്ത് വന്നോട്ടോ കേട്ടോ. അപ്പം നമ്മുടെ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി എല്ലാം നന്നായിട്ട് ഒന്ന് മൂത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി പൊടികൾ ചേർക്കാം കേട്ടോ. തീ വളരെ കുറച്ച് വയ്ക്കുക. നമുക്ക് ആദ്യം തവിയിക്കകത്തേക്ക് ചേർക്കാം. അപ്പം പിന്നെ കരിയത്തില്ല. കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ. ഇതല്ല, നല്ല കളറുണ്ടോ. കാശ്മീരി മുളക് പൊടിയാണ് ഏറ്റവും നല്ലത്. ഇത് കാശ്മീരി തന്നെയാണ്. കാശ്മീരി മുളക് പൊടി ചേർത്തിട്ടുണ്ട്. മല്ലിപ്പൊടി ഒരു 2 സ്പൂണ്. ലേശം മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി. തല വെക്കുമ്പോൾ സ്പെഷ്യലി കുരുമുളക് പൊടി വേണം കേട്ടോ. ഇത് ഇതിനെ ഇട്ടുക ഒന്ന് ചെറിയ രീതിയിൽ ഒന്ന് മൂപ്പിച്ചെടുക്കുക. എരിവ് വേണ്ടവർക്ക് വേണമെങ്കിൽ നമുക്ക് നാടൻ മുളക് ചേർക്കാം കേട്ടോ. ഇത് കാശ്മീരി പൊടിയാണ്. അപ്പോൾ നല്ല കളറും കിട്ടും, കറിക്ക് നല്ല കൊഴുപ്പ് കിട്ടും. നമ്മൾ തന്നെ മേടിച്ച് കഴുകി പൊടിപ്പിച്ചെടുക്കുന്നതാണ്. പിന്നെ നമ്മളിതിനകത്ത് സ്പെഷ്യലായിട്ടൊരു പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും ചേർക്കുമെന്ന് അറിയത്തില്ല. ഇത് ഒരു സീക്രട്ടാണ്. ഇത് നമ്മൾ അച്ചാർ പൊടി കേട്ടോ. ഇത് ഈസ്റ്റേണിൻ്റെ അച്ചാർ പൊടിയാണ്, അവരുടെ പരസ്യമല്ല. നമ്മൾ മീൻകറി വയ്ക്കുമ്പോൾ ഒരു ശകല അച്ചാർ പൊടി ചേർക്കുകയാണെങ്കിൽ അതിനകത്ത് കായത്തിൻ്റെ എല്ലാ സാധനങ്ങളും ഉണ്ട്. കായമുണ്ട്, പിന്നെ എന്നാ പറയുന്നത്, നമ്മുടെ ഉലുവായും എല്ലാം ചേർന്നൊരു പൊടി നല്ലൊരു ഫ്ലേവറും കിട്ടും കറിക്ക്. അതൊരു സീക്രട്ടാണ് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾ കറി വയ്ക്കുമ്പോൾ ഒരു ശകല അച്ചാർ പൊടി ചേർത്ത് നോക്കി, കറിക്കൊരു പ്രത്യേക ഫ്ലേവറാണ്. ചെറിയ പൊടിക്കൈകളാണ്. ഇപ്പം മസാല മൂത്തിട്ടുണ്ട് കേട്ടോ. ഒരുപാടങ്ങ് മൂത്ത് കഴിഞ്ഞാൽ കയ്പുണ്ടാവും. അതിനകത്ത് നമ്മൾ ഒരു 2 തക്കാളിപ്പഴം സ്ലൈസായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ഒരു ഫ്ലേവറിന് വേണ്ടിയാണ് കേട്ടോ. ഏത് കറിക്കും തക്കാളിപ്പഴം ചേർക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രത്യേക ഫ്ലേവർ ഉണ്ടാവും. ഇറച്ചിക്കായാലും മീനായാലും എന്തിനായാലും. ഇതിപ്പോൾ നമ്മളിപ്പോൾ 2 ദിവസമൊന്നും വെക്കാനുള്ള കറിയല്ല. 1-2 ദിവസമൊക്കെ സൂക്ഷിക്കുന്നതാണെങ്കിൽ തക്കാളിപ്പഴം ചേർക്കണമെന്നില്ല കേട്ടോ. ഇത് നമ്മൾ ഇന്ന് തന്നെ തീർക്കാനുള്ള തലക്കറി ആയതുകൊണ്ടാണ് തക്കാളിപ്പഴം ചേർത്തത്. അപ്പം മസാലയിലൊക്കെ ഒരു പ്രത്യേക ഫ്ലേവർ ഉണ്ടാവും തക്കാളിപ്പഴം ചേർക്കുമ്പോൾ. ഇതെല്ലാം മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കണ്ടോ ഈ പുളി കഴുകിയിട്ട്, കുടംപുളി കഴുകിയിട്ട് വെള്ളത്തിൽ ഇട്ടിട്ട്, അപ്പോൾ ആ വെള്ളം കൂടെ നമുക്ക് ഉപ്പ് കല്ലും കൂടെ അതിൻ്റെ ഒഴിച്ച് വെച്ചു കേട്ടോ. നിങ്ങൾ കറിയാക്കുന്നതിന് മുമ്പ് തന്നെ ഒരു പാത്രത്തിലേക്ക് കുടംപുളി ഇതുപോലെ ഇട്ട് വെച്ചിട്ട് ഉപ്പ് കല്ലും ഇട്ട് വെക്കുകയാണ്. ഉപ്പും പുളിയൊക്കെ നന്നായിട്ട് അതിലേക്ക്, ഇതുണ്ട് ഉപ്പ് കല്ല, നന്നായിട്ട് ഇറങ്ങിക്കുള്ളൂ. ഇപ്പം പുളി നല്ല കുതിർന്ന് വരും. കറിക്കകത്ത് കിടന്ന് പെട്ടെന്ന് തന്നെ ഉപ്പും പുളി ഇറങ്ങിക്കുള്ളൂ എനിക്ക് കേട്ടോ. അപ്പം മീൻ വെട്ടാൻ പോകുന്നതിന് മുമ്പ് തന്നെ ഒരു പാത്രത്തിലേക്ക് നിങ്ങൾ കുറച്ച് പുളി, ആവശ്യമുള്ള പുളി, ഉപ്പ് കല്ല് ഉപയോഗിക്കുക കേട്ടോ. ഉപ്പ് കല്ല് ഇട്ട് വെള്ളം ഒഴിച്ചൊക്കെ മാറ്റി വെക്കുക. ഇനി ഈ ചാറൊന്ന് കുറുകി എണ്ണ തെളിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്തോട്ട് നമുക്ക് വെള്ളം ഒഴിക്കാം, ആവശ്യമുള്ള വെള്ളം ഒഴിക്കാം. കറി വേകാനുള്ള നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിക്കാം കേട്ടോ. മീൻ വേകാൻ ആവശ്യമുള്ള വെള്ളം, പച്ചവെള്ളമോ തിളച്ചവെള്ളമോ ആവശ്യം പോലെ ഒഴിക്കാം കേട്ടോ. ഇപ്പം പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കണേ. ഇതിനെ ഒന്ന് തിളച്ചോട്ടെ, നന്നായിട്ട് വെട്ടി തിളച്ചോട്ടെ. തിളയ്ക്കുന്നിടം വരെ നമുക്കൊന്ന് ഒരു അടപ്പ് കൊണ്ട് മൂടി വയ്ക്കാം കേട്ടോ. ഇനി വെട്ടി തിളച്ചിട്ട് നമുക്ക് മീനിടാം. അപ്പോൾ നമ്മുടെ ഗ്രേവി നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ. തിളച്ചിട്ടുണ്ട്. ഇവനെ ഇതിലേക്ക് നമുക്ക് നമ്മുടെ തല അങ്ങോട്ട് ഇതാണ്ടോ നല്ല വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നാടൻ വാളയുടെ തല. ഷാപ്പ് രീതിയിലായതുകൊണ്ടാണ് കേട്ടോ നമ്മളിത് കട്ട് ചെയ്യാത്തത്, പീസാക്കാത്തത് കൊണ്ടാണ്. അല്ലെങ്കിൽ തല പീസാക്കി കളഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഒരുപാട് ഐറ്റങ്ങളുണ്ട്, അതെല്ലാം പോവും. അപ്പം നിങ്ങൾ കറി വയ്ക്കുകയാണെങ്കിൽ നല്ല കഴുകി വൃത്തിയാക്കിയിട്ട്
നന്നായിട്ട് ചെത്തി കഴുകി വൃത്തിയാക്കിയിട്ട് കഴുകി നല്ല പൂവെല്ലാം നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് അതേപടി കഴുകി വെക്കുക. അതാ ഷാപ്പിലെ കറിക്ക് അതുപോലെ ടേസ്റ്റ്. നമ്മൾ അതേ മോഡലിൽ വെക്കുന്നത് കേട്ടോ. ചാറ് നല്ല തിളച്ചിട്ടുണ്ട്. ഉണ്ടല്ല നമ്മുടെ തല അവനെ അതേപടി അങ്ങ് ഇറക്കി വയ്ക്കുക കേട്ടോ. ഗ്രേവിയിലേക്ക് ഇറക്കി വയ്ക്കുക. ഇതിനകത്ത് കിടക്കുന്നുണ്ടോ നമ്മുടെ വേമ്പനാട്ട് കായലിൽ കിടക്കുന്ന പോലെയാണ്. ഇവനെ നമുക്കൊരു 10-15 മിനിറ്റ് അടച്ച് വെച്ച് അങ്ങ് ഉപയോഗിക്കണം കേട്ടോ. തല അങ്ങനെ ചാറിക്കിടന്ന് വെട്ടിത്തിളയ്ക്കാൻ ഒരു 20 മിനിറ്റായി. നമുക്ക് പതുക്കെ ഇവനെ ഒന്ന് മറിച്ചിടണം കേട്ടോ. ഉടയരുത്, ഉടയാതെ പതുക്കെ മറിച്ചിടുക. ഇങ്ങനെ കിടന്ന് കുറച്ച് വേഗണേ. അതിനകത്തോട്ട് നമ്മൾ കുറച്ച് ഗ്രേവി അതിനകത്തേക്കാണ് കോരി കഴിക്കണം. വീണ്ടും ഒരു 10 മിനിറ്റ് അങ്ങനെ നമ്മൾ തല മറച്ചിട്ടിട്ട് വീണ്ടും ഒരു 15 മിനിറ്റ് കൂടെ ആയിട്ടുണ്ട്. കറിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കാം. എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ സമയത്ത് നമുക്ക് ചേർക്കാം കേട്ടോ. കറക്റ്റാണ് കേട്ടോ. ഉപ്പും പുളിയെല്ലാം നല്ല കറക്റ്റാണ്. ഈ പറ്റിക്കഴിയും മീനെ പിടിച്ചോളും. ഒന്നുകൂടെ ഒന്ന് തിരിച്ചിട്ടിട്ട് പതുക്കെ ഉടഞ്ഞു പോകാതെ സൂക്ഷിക്കണം കേട്ടോ. എല്ലാവരും 2 തവി എടുത്ത് പിടിക്കുക. നല്ല വെന്ത് കണ്ടോ, വെന്ത് നല്ല പരുവായിട്ടുണ്ട്. ചാറൊക്കെ നല്ല കുറുകിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ തീ ഓഫ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം കൂടെ ചെയ്യണം കേട്ടോ. ഇച്ചിരി നല്ല കറിവേപ്പില, പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണ കേട്ടോ. ഇതൊക്കെ അതൊക്കെ ഒരു പ്രത്യേക ഫ്ലേവർ തരും കേട്ടോ. ഇവനെ അടച്ച് വെക്കുക. ഇനി നമുക്ക് ഒരു 6 മണിക്കൂറിന് ശേഷം കപ്പയായിട്ടൊരു പിടി പിടിക്കാം കേട്ടോ. ഓക്കെ, നമ്മുടെ തലക്കറി രാവിലെ കറി വെച്ച് വെച്ചാൽ കേട്ടോ. ഒരു 6-7 മണിക്കൂർ ഇപ്പം അങ്ങനെ ചട്ടിക്കകത്ത് നല്ല പുളിയായിട്ടുണ്ട്. പുളിയൊക്കെ പിടിച്ച് നല്ല സെറ്റായിട്ടുണ്ട്. അതിൻ്റെ കൂടത്തിൽ സൂപ്പർ ചക്കപ്പുഴുക്കുണ്ട് കേട്ടോ. എനിക്ക് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കാം. ആ ചക്കപ്പുഴുക്കിനകത്തോട്ട് ഗ്രേവി അങ്ങോട്ട് ഒഴിക്കുക. നല്ല തിക്ക് ഗ്രേവി, നല്ലപോലെ ഗ്രേവി അങ്ങോട്ട് ഒഴിക്കുക. ഗ്രേവി ആദ്യമേ കണ്ടോ, സൂപ്പർ ചക്കപ്പുഴുക്കാണ് കേട്ടോ. അല്ലേ, നല്ല ഉപ്പും പുളിയൊക്കെ പിടിക്കാൻ നല്ല സൂപ്പറായിട്ടുണ്ട്. ആ വാളയുടെ ഒരു പീസ് അങ്ങോട്ട്, അതെ ഈ ഭാഗത്ത് വളയ്ക്ക് ഇറച്ചിയുള്ള കേട്ടോ. ഇതല്ലേ അടിപൊളി പീസ്, നല്ല വെന്ത് നല്ല സെറ്റായിരുന്നു കേട്ടോ. ചാറിനകത്തോടെ ഒന്ന് ടിപ്പ് ചെയ്ത് നമുക്ക് കഴിച്ച് നോക്കാം. ഓ, ഒരു രക്ഷയില്ല കേട്ടോ, സൂപ്പർ ടേസ്റ്റ്. അത്രയ്ക്ക് പച്ച മീനായിരുന്നു. നിങ്ങൾ കണ്ടില്ല, നല്ല ഫ്രഷ് മീൻ. ഇത് ഒന്നായിട്ട് കറി വെച്ചു. ഒരു 6 മണിക്കൂറെങ്കിലും ഇരുന്നു. നന്നായിട്ട് ഉപ്പും പുളിയൊക്കെ പിടിച്ചിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇങ്ങനെ മീൻ കിട്ടുമ്പോൾ ഫ്രഷായിട്ട് മേടിച്ച് ട്രൈ ചെയ്യാം. അപ്പോൾ ഇതുപോലെ നല്ല നല്ല വീഡിയോകൾ നിങ്ങളെ തേടി വരുന്നുണ്ട്. അപ്പം ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.